മലപ്പുറം ജില്ലയിലെ 3 സ്റ്റേഷനുകൾ ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഉച്ചയ്ക്ക് 12:30-ന് പ്രധാനമന്ത്രി ഓൺലൈനായി സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. ഓരോ സ്റ്റേഷനിലും പ്രത്യേകം ചടങ്ങുകൾ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തത്സമയം പ്രദർശിപ്പിക്കും. പാലക്കാട് ഡിവിഷന് കീഴിലെ പൊള്ളാച്ചി, ഒറ്റപ്പാലം, ഷൊർണൂർ, കുറ്റിപ്പുറം, തിരൂർ, പരപ്പനങ്ങാടി, ഫറൂഖ്, വടകര, പയ്യന്നൂർ, മാഹി, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മംഗളൂരു ജംഗ്ഷൻ, നിലമ്പൂർ റോഡ്, അങ്ങാടിപ്പുറം സ്റ്റേഷനുകളാണ് കോടികൾ ചെലവിട്ട് അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുന്നത്. റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെ എനിക്കും പറയാനുള്ളത്. പക്ഷേ അതിൽ കൂടുതലായിട്ടുള്ളത് വെച്ചാൽ നിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1965 മുതൽ ഈ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു യാത്രക്കാരനും ഒരു പരിസരവാദിയുമാണ്. അന്നത്തെ കുറ്റിപ്പുറം ഇന്നിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറത്തിൻ്റെ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ വളരെയധികം മാറിയിട്ടുണ്ട്. അതിനാദ്യമായി തന്നെ ഒരു അസോസിയേഷൻ്റെ ഈ റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയുടെ എളിയ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്കും ഒരു യാത്രക്കാരൻ എന്ന നിലയ്ക്കും ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ അമൃത് ഭാരതിനെ വളരെയധികം സ്വീകരിക്കുന്നു. അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും പറയുന്നുണ്ട്. ഇതിൽ ആദ്യഘട്ട വികസനം പൂർത്തിയാകുന്ന 9 സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് 26-ന് നടക്കുക. ജില്ലയിൽ കുറ്റിപ്പുറം, അങ്ങാടിപ്പുറം, നിലമ്പൂർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കും. തിരൂർ, പരപ്പനങ്ങാടി സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇപ്പോഴില്ല. ജില്ലയ്ക്ക് പുറത്ത് ഒറ്റപ്പാലം, ഫറൂഖ്, തലശ്ശേരി, മാഹി, കണ്ണൂർ തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് 26-ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്റ്റേഷനുകൾ. നവീകരണ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.